ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പം സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു കഥയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഒരാള് ഒരു ആനക്കോട്ടെ കൂടെ ഇങ്ങനെ പുള്ളി കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. ആനക്കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അപ്പൊ പുള്ളി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് പുള്ളി പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളെ എല്ലാം ബന്ധിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു കയറ് വെച്ചിട്ടാണ്. അപ്പൊ സാധാരണ നമ്മൾ ആനകളെയൊക്കെ ചങ്ങലക്കിടുമല്ലേ പതിവ്, കാരണം അവരെന്ന് വെച്ചാൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ജീവികളാണ്. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഞങ്ങൾക്ക് കയറിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത് എന്തൊരു കാഴ്ചയാണ്, കാരണം പുള്ളി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പം പുള്ളിക്ക് അവിടെ അത്ഭുതമായതുകൊണ്ട് തന്നെ പുള്ളി ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പതുക്കെ പുറത്തോട്ട് നടന്ന് അതിന്റെ കാവൽക്കാരനോട് അല്ലെങ്കിൽ അതിന്റെ സൂക്ഷിപ്പുകാരനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ആനകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഞാൻ കാണുന്നത് എല്ലാവിധ എനിക്ക് ആനകളെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആനകളെല്ലാം കയറിലാണ് ബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ സൂക്ഷിപ്പുകാരൻ വളരെ സരസമായിട്ട് പുള്ളി പറയുകയാണ്, അതിനൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ആനകളെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ കൊച്ചുപ്രായത്തിൽ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പൊ അവരെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ അവരെ വളരെ ചെറിയ ഇതേപോലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത്. അപ്പോൾ മറ്റേ ചോദിക്കുകയാണ്, അപ്പോൾ വളർന്നു വന്നപ്പോൾ നിങ്ങൾ കയറ് മാറ്റാൻ എന്താണ്? അന്നേരം പറയാണ്, അത് മാറ്റേണ്ട ആവശ്യം വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് കുട്ടിക്കാലത്തെ ആ ഒരു ചെറിയ കയറിൽ അവരെ കെട്ടിയിരുന്നുകൊണ്ട് തന്നെ അവര് ആദ്യമൊക്കെ അതിനെ പൊട്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ആ കയറിനെ പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അവർ വളർന്നു വരുംതോറും പിന്നെ അവരുടെ ആ ഒരു ശീലം മാറി തുടങ്ങി. കാരണം അവര് വിചാരിച്ചത് അത് അവർക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു വലിയ ചങ്ങലയാണ് എന്നുള്ള ഒരു ചിന്ത ആനകളുടെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് അവർ ആ കുട്ടിക്കാലത്തെ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ അവർ പിന്നെ അത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കാറേ ഇല്ലായിരുന്നു എന്നാണ് ആ കാവൽക്കാരൻ പറഞ്ഞത്. എന്നുവെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുൻധാരണകളോടെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നമ്മൾ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണത്. ഓക്കെ, നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ടത് കഴിയില്ല എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ആ ധരിച്ചു വെച്ചിരിക്കുന്ന അതിനെ നമ്മൾ പൊട്ടിച്ച് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയും എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ മാറ്റുക. അല്ലെങ്കിൽ ഈ ആനയുടെ അവസ്ഥ തന്നെയാവും നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കയറ് പൊട്ടിക്കാൻ പോലും അതിന് ശ്രമിക്കുന്നില്ല. കാരണം അത് അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതേപോലെയാണ് നമ്മൾ മിക്കവാറും മനുഷ്യന്മാരും എല്ലാം തന്നെ നമുക്കത് ചെയ്യാൻ കഴിയില്ല, നമുക്കിത് പാടാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ കയറ് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ആ കയറിനെ പൊട്ടിച്ച് നമ്മൾ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് തരാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഒരു കഥയായിട്ട് നമുക്ക് ഇനിയും കാണാം.